എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ എവിടെ പോവാ ഇപ്പോൾ പോയിട്ട് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ കുഞ്ഞാവൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരും. അപ്പോൾ ഇന്ന് കയ്യിലെ സൂചി എടുക്കാം, ഇനി തൊട്ട് ഗുളികയുള്ളൂ, ടാബ്ലറ്റായിട്ട് മാറ്റും. കണ്ണാപ്പി ഒരു വലിയ വണ്ടിയുമായിട്ട് ഇപ്പോൾ വരുന്നു. കണ്ണാപ്പി ഇന്ന് ലീവാണ്. പിന്നെ തുടക്കത്തിൽ തന്നെ നല്ലൊരു കാര്യം പറഞ്ഞേക്കാം. സുന്ദരനും സുമുഖനും സൽസ്വഭാവിയുമായ നമ്മുടെ കണ്ണാപ്പിക്ക് വിവാഹ ആലോചനകൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഗുണമെന്ന് പറഞ്ഞാൽ ചെക്കൻ നല്ല ചെക്കനാണ്, വളരെ മാന്യനാണ്, കൊണ്ടിരുന്ന പെണ്ണിനെ പൊന്നുപോലെ എന്ത് പണിയെടുത്ത് നോക്കിക്കോളും. അമ്മായിയമ്മ പോരില്ല, അമ്മായിയച്ഛൻ പോരില്ല, സ്വന്തമായിട്ട് വീടും സ്ഥലവും എല്ലാം ഉണ്ട്. ഒരു പെണ്ണിന് ജീവിക്കേണ്ടതെല്ലാം ഉണ്ട്. ഇനി പഠിക്കണോ പഠിപ്പിക്കും, ജോലിക്ക് പോകണോ ജോലിക്ക് വിടും. അതെ, നല്ല പരസ്പരം ബഹുമാനം കൊടുത്തു തന്നെ പോകും. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് തരണേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പെണ്ണിന് നേരിട്ടോ പെണ്ണിൻ്റെ വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ആർക്കും വേണമെങ്കിലും ഇടപെടാം. ബ്രോക്കർമാർ മാത്രം കോൺടാക്ട് ചെയ്യരുത്. പാവം കണ്ണാപ്പി ഇത് അറിഞ്ഞില്ലല്ലോ. ഞാൻ ഇങ്ങനെ പറയാമെന്ന് പറഞ്ഞായിരുന്നു. ചേച്ചി എന്ന് പറഞ്ഞിട്ട് നാണമാണ് ആശാനെ. ആക്കെ വെറും നമ്പരാ. വണ്ടി ഞെത്തിയോ? ഞാൻ റോഡിൽ വന്നിരിക്കും. അകത്താരും പാട്ട് വെച്ചേക്കുന്നത് ഞാൻ നിർത്തിക്കേണ്ടെന്ന് ഓർത്ത് കോപ്പിറൈറ്റ് വരുമല്ലോ. അങ്ങനെ ഞാനിങ്ങനെ പുറത്ത് വന്നു. എൻ്റെ കുപ്പാച്ചി എങ്ങനെയുണ്ട്? കുപ്പാച്ചി ഹൗ ഈസ് മൈ പറക്കുന്ന ഡ്രസ്സ്? ഉഷ്യമ്മ മേടിച്ചെന്ന കമ്മല എനിക്ക് കണ്ടോ, മയിൽപ്പീലിയൊക്കെ ഉണ്ട്. ഉത്സവത്തിന് ഉഷ്യമ്മ മേടിച്ചെന്നാ. ആരോ ചോദിച്ചു ആരാ ഉഷ്യമ്മയെന്ന്. ഉഷ്യമ്മ കുഞ്ഞാവയുടെ അമ്മയുടെ അനിയത്തി. ഉഷ്യമ്മയുടെ മോനായി കണ്ണാപ്പി, പേര് വിഷ്ണു. ഇതെങ്ങോടാ? വിക്രമാദിത്യനും വേതാളവും കൂടെ അച്ചാച്ചിയും കുടും കൂടെ പല്ലും തേച്ചുകൊണ്ട് പോകുന്നു. ഉഷ്യമ്മയുടെ മോനാട്ടോ കണ്ണാപ്പി. പിന്നെ ഒരു അനിയനുണ്ട് കണ്ണാപ്പിക്ക്, അച്ചു. എല്ലാവർക്കും അറിയാമല്ലോ. അച്ചു എന്നല്ല നാളെ അവൻ കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ ഉറപ്പാണ്. അവൻ പെണ്ണിനെ വിളിച്ചിട്ട് കയറി വരുമോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ഒരു സംശയമുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ എവിടെ പോകുമെന്ന് വെച്ചാൽ എന്നൂർ, നമ്മൂരോ എന്തോന്നായിരുന്നു, എന്നൂരല്ലേ? എന്നൂർ. അത് കാണാൻ വേണ്ടിയിട്ട് പോവാം. വണ്ടിയുമായിട്ട് വരും. ഞങ്ങളെല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അച്ചാച്ചി സെലക്ട് ചെയ്ത അച്ചാച്ചിയുടെ സമ്മാനമായ ഷർട്ട് ഇട്ടുകൊണ്ട് കുഞ്ഞാവ് ഇതുവഴി കറങ്ങി നടപ്പുണ്ട്. വരുമോ നമുക്ക് നോക്കാം. പല്ലല്ലടാ, വാ കഴിയില്ലെന്ന് പറയടാ. ഓ കണ്ണോ? എൻ്റെ കുഞ്ഞിനിതൊക്കെ ഓർമ്മയുള്ളൂ. ഈ അച്ചാച്ചിയുടെ ഒരു കാര്യം. ഇടൂ, കുഞ്ഞമാമനോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞേ. അപ്പോൾ വിളിക്കുന്നെന്ന് പറയണേ. എടാ പറയടാ. ഒരു തരത്തിൽ എന്നെ കുഞ്ഞാമൻ തമ്മിൽ സംസാരിക്കാൻ സമ്മതിക്കൂലെന്ന്. എടാ അടി കൊടുക്കാനാ? ഇടൂ. ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. എടാ അടിക്കാവടാ. വന്നേ. അയ്യോടാ, ഒരു എൻട്രിക്ക് പറ്റിയ അവസ്ഥ. അവിടെ ഷർട്ടൊന്ന് തേച്ച് തരണോ? ഇച്ചിരി കൂടെ ബാക്കിലോട്ട് നിന്ന്, ബാക്കിലോട്ട്. മതി, തിരിച്ചു. നന്നായിട്ടുണ്ടടാ, ചേരുന്നുണ്ട്. നീലയല്ലാത്തൊരു നിറത്തിൽ നിന്നെ കണ്ടല്ലോ. ചുളുക്കമുണ്ട് കുഞ്ഞാ. തേക്കട്ടോ? എന്നാ ആശുപത്രി പോയിട്ട് വന്ന് തേക്കാം അല്ലേ? വന്നേക്കാം അന്നേ. എന്നിട്ട് ബാ നീ. എനിക്ക് നോക്കട്ടെ, നമ്മൾ തമ്മിൽ ചേരുമെന്ന് അറിയണമല്ലോ. ഞാൻ മാറി ചിന്തിക്കുന്നല്ലോ, നിനക്ക് മാറി ചിന്തിക്കാമല്ലോ. ഇന്ന് നമ്മൾ കയ്യിൽ ഇവൻ്റെ തല കാണണമെങ്കിൽ ഇനി ഫോൺ ഞാൻ എവിടെ കൊണ്ടുപോകും? ഇപ്പം തല കാണത്തില്ല. എന്നാലും ശകലം മുടി കാണൂല. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നിൽക്കും. ആരെ കൊല്ലാൻ നിൽക്കുക? നിന്നെ പറ്റി പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. ഞാൻ പറയുന്നതൊന്നും നീ ശ്രദ്ധിക്കുന്നില്ല, കേൾക്കുന്നില്ല എന്ന്. എന്നാൽ അങ്ങനെയല്ല. ഫോൺ ഓണാണെങ്കിൽ ഞാൻ പറയുന്നത് മൈൻഡ് ചെയ്യില്ല, ശ്രദ്ധിക്കില്ല, കേൾക്കും. പക്ഷേ മറുപടി പറയാൻ നിൽക്കത്തില്ല. കേൾക്കുന്ന പോലെ ഭാവിച്ചാലല്ലേ മറുപടി പറയണ്ടേ? ഫോണില്ലെങ്കിൽ തെറുതലേം പറയും, എല്ലാം പറയും, നല്ലോണം വർത്താനം പറയും. ഫോൺ കാണുമ്പോൾ ഇവർക്കെല്ലാം ഉള്ളൊരു പ്രശ്നമാണ്. പണ്ട് നമ്മൾ ഈ സദ്യ കഴിക്കുന്ന ഉടനെ ക്യാമറ ഇങ്ങനെ മുന്നിൽ കൂടെ പോകുമ്പം നമ്മളിങ്ങനെ അടങ്ങിയിരിക്കില്ല കഴിക്കാണ്ട്. അതേ പരിപാടിയാണ് ഇവരുടെ വീട്ടിലെല്ലാവരും. ഞാൻ അന്നും ഇന്നും സദ്യ ഉണ്ണുവാണോ, ക്യാമറ പോയാലും കൊള്ളാം, പെണ്ണും ചെറുക്കനും പോയാൽ പന്തലിൽ ആരെ അടഞ്ഞാലും ശരി, ഞാൻ കഴിക്കുന്നത് ഞാൻ സന്തോഷിച്ചാൽ കഴിക്കുകയും ചെയ്യും. ഞാൻ അവിടെ ഇരിക്കുന്ന എല്ലാവരോടും ചോദിക്കുകയും ചെയ്യും. അപ്പുറത്തേലിൽ നിന്ന് പിന്നെ വേണ്ടാത്ത വല്ലതുകൊണ്ട് അതും ഞാൻ എടുത്ത് കഴിക്കുകയും ചെയ്യും. പക്ഷെ ഞാൻ കൊടുക്കൂലായിരുന്നു. കൊടുക്കാനൊന്നും ഇല്ലല്ലോ. എന്താ പരിപാടി? നമ്മളെവിടെ പോകുന്നത്? നമ്മൂരോ എന്നൂരോ? എന്താ എന്നൂര് വൈത്തിരിയിൽ നമ്മൾ ചുരം കയറി വരൂലേ? അപ്പോൾ പൂക്കോട് വെറ്റിനറി സർവകലാശാലേൻ്റെ അടുത്തായിട്ട് ആദിവാസി ഒരു സെറ്റിൽമെൻറ്റിൻ്റെ പോലെ ഗവൺമെൻറ്റിൻ്റെ പരിപാടിയാണ്. നമ്മുടെ മുഹമ്മദ് റിയാസിൻ്റെ പരിപാടിയാണില്ല, കിട്ടുന്ന പരിപാടിയാണ്. അവിടുത്തെ ആദിവാസി ഫുഡ്, ട്രൈബലിൻ്റെ ഫുഡുണ്ട്. അവരുടെ കുടിലൊക്കെ ഇല്ല, അവരുടെ പണ്ടത്തെ മണ്ണും കൊണ്ടുള്ള കുടിൽ, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സെറ്റപ്പ്. നല്ല കുന്നിൻ്റെ മുകളിൽ നല്ല ഹൈറ്റിൽ നമ്മൾ റോട്ടിൽ നോക്കിയാൽ കാണാം. അവിടെ സ്റ്റേ ഒക്കെ ഉണ്ടോ?
സ്റ്റേ ഇല്ല, നമുക്ക് അവിടെ ചെന്ന് സ്റ്റേ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവരുടെ വണ്ടിക്ക് പോകണം അല്ലേ? അവിടെ വന്ന് വണ്ടി നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ജീപ്പിന് കയറി പോകണം. കാരണം കുത്തനെ കയറ്റോ. നമ്മൾ ഒരുപാട് വണ്ടി വരുന്നുണ്ട്, മുകളിലേക്ക് വണ്ടി പാർക്കിംഗ് ഇല്ല. ഇന്ന് അവധി ദിവസമല്ലേ? ഒന്നും നാളെ മുട്ടിഞ്ഞ തിരക്കായിരിക്കും. അയ്യോ, കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറത്തുനിന്ന് ജനങ്ങൾ അപ്പം ഇന്ന് കുറേ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റും. അത് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. ഇന്നും നാളെ അവിടെ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും. അതിലും വലിയ കാര്യം എന്ന് പറയുമ്പോൾ ഞാനും ചാച്ചനും അമ്മയും ഞങ്ങളെല്ലാം പുറത്ത് പോകുമ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സ് വരില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര നാണം കേട്ടോ. അന്നേരം ഇവർ സെൽഫി ഒക്കെ ചോദിക്കുമ്പോൾ എനിക്കെന്തോ ചാച്ചനാണെന്ന് നോക്കി ഒരു മകൻ ചിരിക്കുന്ന പോലെയൊക്കെ തോന്നും. എന്തോ ഒരു അമ്മ പിന്നെ ജോളിയാവും ഭയങ്കരമായിട്ട്, ഭയങ്കര വർത്താനം അമ്മയ്ക്ക്. ഇവൻ കുറച്ചേലും വർത്താനം പറയുന്നുണ്ട്, അത് അവൻ്റെ അമ്മയുടെ നിന്ന് കിട്ടിയതാണ്. ഇവൻ ഈ മിണ്ടാണ്ട് മസിൽ ഒടിച്ചിരിക്കുന്നത് അവൻ്റെ ചാച്ചൻ്റെ നിന്ന് കിട്ടിയ. ഇവൻ്റെ സൈലൻറ്റ് വേർഷനാണ് ചാച്ചൻ, ഇവൻ സംസാരിക്കുന്ന വേർഷനാണ് ഇവൻ്റെ അമ്മ. ഇവൻ്റെ ചേട്ടനും അങ്ങനെയാണ്, ഭയങ്കര സൈലൻറ്റ് വലിയ. ഇവരെല്ലാം അങ്ങനെയാണ്. ഇവൻ്റെ അമ്മ വീട്ടുകാരെല്ലാം ഭയങ്കര വർത്താനം. അച്ഛൻ വീട്ടുകാരൊക്കെ സൈലൻറ്റ്. പിന്നെ വർത്താനം പറഞ്ഞ ശാലിനി ചേച്ചിയാണ്. പിന്നെ ഈ സൈഡിൽ നിന്ന് കിട്ടിയതാണ് പൊന്നീൻ്റെ അപ്പൂൻ്റെയൊക്കെ അപ്പു പിന്നെയും പറയും പൊന്നീൻ്റെ ആ സ്വഭാവം. പൊന്നി ഇത് തന്നെയാണ്. ഉഷമ്മയാണല്ലോ, ഉഷമ്മ ഉണ്ണിച്ചേട്ടൻ. ഉഷമ്മയുടെ ഭർത്താവായ കണ്ണാപ്പിയുടെ അച്ഛനായ ഉണ്ണിയച്ഛനെ കിടു വിളിക്കുന്ന ഉണ്ണിച്ചേട്ടാന്ന്. അച്ഛനങ്ങ് ചെറുപ്പമായില്ലേ, 10-30 വർഷം പുറകോട്ട്. രാവിലെ കിടു പോയി കടയിലുള്ളവരെയൊക്കെ വിളിച്ചുണർത്തി അവൻ്റെ കംപ്ലീറ്റ് അയൽക്കൂട്ടൻ ടീംസിനെ ഉണർത്തിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോട്ടെ, ആദ്യം ആശുപത്രി പോകണം. ആദ്യം ഒരു കുത്തു കൊടുക്കുന്നു. കയ്യിൽ തയ്ച്ചു. ഓ, നേഴ്സന്മാരുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ പാവം കുത്തുമേടിക്കുന്നു, കൊടുക്കുന്നു. 2-3 തവണ തോന്നുന്നു ഞരമ്പില്ലെന്ന്. ആരോ ഇവിടുത്തെ അമ്മ പറഞ്ഞ പോലെ ഇവന് ഞരമ്പില്ല, കുഞ്ഞാച്ചേട്ടന് ഞരമ്പില്ലെന്നോ നിന്നെയൊന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം മനസ്സിലായില്ലേ സ്വഭാവം? കയ്യിലെ ഞരമ്പും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന്. ഇവിടെ ഒരു സാധനം പഴുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ വർത്താനം പറയുമ്പോൾ ഒന്നും ശ്രദ്ധിച്ചില്ല, എന്തോ ഒരു മൂളൽ കേട്ടു. ഒന്ന് തുറന്നു കാണിക്കാവോ? ഫിലോമിന കൊച്ചിനെ കൊണ്ടിരിക്കുന്നല്ലേ. എവിടെ? ആയി ചക്ക പഴുത്തോ? ഒളിച്ചിട്ട് തിന്നുവാന്നോ? അവന് പെരിച്ചാഴി എന്ന് പറഞ്ഞാൽ അറിയത്തില്ല, പന്നീലി എന്ന് പറ. ജാനു അതെവിടുന്ന് കിട്ടിയതാ ഈ പോടികള്ളി? ആര് പറഞ്ഞു തന്നെയാ? ആരാടാ പറഞ്ഞു തന്നെ? ആരാടാ പറഞ്ഞ അങ്ങനെ? ആര് പഠിപ്പിച്ചെന്നാടാ? ആ, എല്ലാ അച്ചാച്ചി ആയിരിക്കും. അച്ചാച്ചിയെ രാവിലെ അമ്മ അതല്ല, അച്ചാച്ചി വിളിപ്പിച്ചതാ. രാവിലെ അമ്മയ്ക്കൊരു കടി കിട്ടിയോ? അച്ചാച്ചി പറഞ്ഞു വിട്ടാ ഇവനെ കടിച്ചിട്ട് വരാൻ. ഇവനെ നശിപ്പിച്ച അത്ര അച്ചാച്ചി അല്ലേ മക്കളെ? ആ, അവനാന്നും പറയാം. അതാണ് എന്റെ മോനിനെ വഷളാക്കിയോ അച്ചാച്ചി? പാവം എൻ്റെ കുഞ്ഞൊന്നും അറിയത്തില്ല, തന്നെ ഒരു കുരുത്തക്കേടും ചെയ്യത്തില്ല. നേരത്തെ മടി വെക്കുമ്പോൾ ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ മോനെ ഉഷുമ്പ് തരാം, വാ ദോശ തരാം, സുലുമ കഴിച്ചോട്ടെ. തണുക്കുന്നതിന് വന്ന് മടി കയറുക ആണോ? കള്ള ചെറുക്കൻ. ഒരു സാധനം കൊടുക്കട്ടെ? അച്ചാച്ചി അവനെ വഷളാക്കുന്നുണ്ട്, അവനിനി വേണ്ട. ഓട്സ് സമയം കുടിക്കുന്നത് എപ്പോഴും. ഇതാണ് കണ്ണാപ്പിയോട് വണ്ടി കൊണ്ടുവെക്കാൻ പറഞ്ഞ് കണ്ണാപ്പി കൊണ്ടുവച്ച സ്ഥലമാണ്. വളരെ സുരക്ഷിതമായ ഏതോ CCTV ഒക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ടുവച്ച്. പക്ഷെ പിന്നിൽ മറ്റാൾക്കാരുടെ ബൈക്കായതുകൊണ്ട് കുട്ടിക്ക് ഇപ്പം എങ്ങനെ പോകണമെന്ന് അറിഞ്ഞൂടാ. അസുഖം വന്നാൽ പിന്നെ ബൈക്ക് എടുത്തിട്ടില്ല, കാരണം കയ്യിൽ സൂചിയാ. എടുത്തേന് ഞാൻ ശക്തമായി താക്കീത് കൊടുത്തതുകൊണ്ട് എടുത്തില്ല. എന്നെ കൊണ്ട് തള്ളിയിടും. ഒരു വീഴ്ചയുടെ ആഘാതം ഇതുവരെ എനിക്ക് മാറിയിട്ടില്ല. ആ കാട്ടിക്കൂടെ ഇറങ്ങിക്കോ ഞാൻ, ഒരു കുഴപ്പമില്ല. നിനക്കല്ലേ ഓഫ് റോഡ് പോകണം, സോളോ പോകണമെന്നൊക്കെ പറയാറ്. ആ ഓഫ് റോഡിൽ കൂടെ പോകാം. അമ്മ ആ ചേട്ടൻ്റെ കാർ അവിടെ വെച്ചേക്കണേ. നമ്മളെന്താ ചെക്കൻ്റെ അഹങ്കാരം നോക്കി. അഹങ്കാരി ഓട്ടോറിക്ഷ ഓടിച്ച്, അതുകൊണ്ട് വെല്ലോൻ്റെ വണ്ടിയിലെ ഹെൽമെറ്റ് എടുത്തിട്ട് എന്താ കഴുത്ത് ചുറ്റി ഫുള്ള് ബട്ടൺ ഇട്ടാ. ഇവിടുന്ന് അവിടെ എത്തുമ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞേക്കുന്നത് 2 മാസം സൂക്ഷിക്കണം, തണുപ്പടിക്കരുതെന്ന്. ഞാൻ പറഞ്ഞാൽ പത്തനംതിട്ടയ്ക്ക് വരാം, പിന്നെ വീട് പണി നടക്കുന്നതുകൊണ്ട് വീട് അവിടെ തന്നെ കാണുമല്ലോ എപ്പോൾ ചെന്നാലും. ഞാൻ ഇന്ന് പോയി കഴിയുമ്പോൾ നീ പഠിച്ചോളൂ. ധൈര്യം ഉണ്ട് ഒന്നുകൂടെ പറ. നീ പോയി കഴിയുമ്പോൾ സ്വസ്ഥതയും സമാധാനം എന്താണെന്ന് ഞാൻ പഠിക്കും. നീ കൊതിക്കൂടാ ഇനി എന്നെ കാണാൻ, കൊതിക്കും. ഞാനിന്ന് വന്നിരുന്നെങ്കിൽ നീ കൊതിക്കും.
അതെ തന്നിരുന്നെങ്കിലല്ല ഇച്ചിരി മാറ്റണം, ഒന്ന് പോയി തന്നിരുന്നെങ്കിൽ എന്ന്. ഞാൻ ഇന്ന് പോയേക്കാം അവളെ, പോയേക്കാം. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ നിന്നേ. എപ്പോ? ഓഹോ, ഉഷയം വേണ്ട സാക്ഷി, എന്റെ കിടുവുണ്ട് സാക്ഷി. എന്തുവാ അത് അമ്മ പഠിപ്പിച്ച ഡയലോഗ്. ഏതാ ഈ മോഹമ്മൂടി? നമുക്ക് പോവണ്ടേ, ഒരുങ്ങുന്നില്ലേ? നമ്മള് എന്നൂര് കാണാൻ പോവാ. എന്നൂര് കളിപ്പാട്ടമുള്ളവരടുത്ത് പോവാ. അപ്പോഴത്തേക്ക് ഇത് താഴെ കേട്ടോ, ഒരുപാട് കളിപ്പാട്ടം, ഒരുപാട് കളിപ്പാട്ടം. ഇവിടല്ലേ കുഞ്ഞാവ എൻ്റെ അടുത്ത് വരാതിരിക്കാൻ പിടിച്ചു വെച്ചേക്കും അല്ലേ? എടാ അതേ കയ്യെ പിടിക്കുന്നടാ, കിടു കയ്യെ പിടിക്കുന്നടാ. അയ്യോ കയ്യെ പിടിക്കുന്ന കിടു. കണക്കിന് നീ എങ്ങനെയാടാ അപ്പനെ കെട്ടിച്ചു വിടുന്നത്? തൊഴിക്കല്ലേ, വലിയ ആളാണ് അങ്ങത്ത്. വിളിക്കണ്ട, ആകെ അറിയാവുന്ന ചായ. സങ്കടം സഹിക്കാൻ വയ്യേ. എടാ നീ എങ്ങനെ കെട്ടിച്ചു വിടൂടാ അപ്പ കല്യാണം കഴിക്കുന്നേ? മാമൻ കല്യാണം കഴിക്കുമ്പോ നീ എന്തോ ചെയ്യും? എന്നെ രക്ഷിക്കുന്ന കണ്ടില്ലേ പാവം. വിട്ടേര് കുഞ്ഞ, എൻ്റെ കൊച്ചുണ്ട് എന്നെ രക്ഷിക്കുന്നത്. കല്യാണപ്പന്തൽ ഇതൊരു പ്രശ്നമാണേ. നിന്നെയല്ല അപ്പനെ വിട്ട്. ആ അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, മാമൻ അപ്പ കല്യാണം കഴിക്കുമ്പോ നീ എന്തോ ചെയ്യും? അടുത്തിരുന്നാ കല്യാണം കഴിക്കുന്നേ? അപ്പൊ എന്തോ ചെയ്യും? പിടിച്ച് മേടിക്കടാ. ഇയ്യ അപ്പയുടെ ബാഗ് രക്ഷിക്കുക. വിട്ടരു അവനൊരു സന്തോഷമല്ലേ? അയ്യോ കിടു തട്ടിപ്പറിച്ചോ? മേടിച്ചു. അയ്യോ എൻ്റെ കുഞ്ഞാ അത് മേടിച്ചത്. മാമൻ ഇവിടെ നിൽക്കുന്നു, അപ്പയുടെ ഇത്ര അടുത്ത് നിൽക്കുന്നു. ഓടിച്ചൂട്. വെള്ളം കുടിച്ചിട്ട് തരാന്നോ? പാവം എൻ്റെ കുഞ്ഞ് വെള്ളം കുടിച്ചു. ഗ്ലാസ്സിലില്ല കളെ, വെള്ളം ഒഴിച്ചു തരാം. വെള്ളം കുടിക്കാൻ ഞങ്ങൾ പോകുന്നു. ഞങ്ങളുടെ ഗാഡി ഇതാണ് വണ്ടി. ഓ ക്ഷേമ വീടിന് ചുറ്റും വലം വെക്കുവാണ്. ഓ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ മുഖത്തെ പാട് നന്നായിട്ടറിയാം. അങ്ങോടാ റൈഡർ കണ്ണാപ്പി. ചാച്ചനും അമ്മയും വരാനുണ്ട്. ഇതിന്റെ പരിപാടി ഇതാ കേട്ടോ, ഓടി നടപ്പ്. ഓഹോ തന്തവൈ വീഴ്പുണ്ടാ ചെറുപ്പക്കാരാ. എന്തോ ഉണ്ട് ഇന്ന് വർത്താനങ്ങളൊന്നും വരുന്നില്ലല്ലോ. എവിടെയൊക്കെ ഇടൂ പോന്നേ? കണ്ണാപ്പിക്ക് ഇപ്പൊ എന്ത് ചെയ്യണോ? ആരാധകരുടെ ശല്യമാണോ? കാപ്പിസെറ്റിലോ പോണോ? കാപ്പിസെറ്റി പോയേക്കാം. അറ്റാച്ചിക്ക് പിള്ളേരെ കാണണം. അപ്പം നമ്മൾ കാപ്പിസെറ്റ് പോകുന്നുണ്ട്. എനിക്ക് രാവിലെ തൊട്ട് ഛർദ്ദിക്കാൻ തോന്നുന്നു. അതെങ്ങനെയാ? ഞങ്ങൾ ഒരു വിധത്തിൽ എല്ലാരും കൂടെ അടിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയുണ്ട്. കണ്ണാപ്പി നീ പോയിറങ്ങി. അവസാനം കണ്ണാപ്പിയുടെ മടി കൂടെ ഇനി ആളുള്ള ഇരിക്കാം. സ്ഥലമില്ല. അങ്ങനെ ചാച്ചനും അമ്മയും കൂടെ വരുമ്പോഴത്തേക്കും ദമ്പതികൾ ഇവിടെ ഉണ്ട്. കേൾക്കുന്നില്ലേ? ഉണ്ട്. അവരെത്താറായി. ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കാം. രണ്ടുപേർ കൂടെ ഇരിക്കാം. തെറ്റ്. നീ ഇവിടെ കയറിയതുകൊണ്ട് കൊള്ളാം. നിനക്കതൊക്കെ ശീലമുണ്ട്, കുഴപ്പമില്ല. ഒരു കാര്യം, ഞാൻ കണ്ണാപ്പിയും കൂടെ അങ്ങനെ ഒന്ന് വണ്ടി ഓടിക്കട്ടെ. ഇങ്ങനെ പിടിച്ചോണ്ട് ലോക്കൽ വണ്ടി ഓടിക്കില്ലേ? വണ്ടി പോകുന്നത് കണ്ടിട്ടില്ലല്ലോ. ഡ്രൈവർ സീറ്റിലില്ല, അങ്ങനെ പുറത്താ ഇങ്ങനെ ഇരുന്നാ ഓടിക്കുന്നത്. ഒരു കാല് മാത്രമേ ഉള്ളി കാണുള്ളൂ, ബാക്കി ഫുള്ള് പുറത്താ. ഇല്ല, ഭ്രമര സിനിമയിലെ മോഹൻലാലായിരുന്നു. ഇനി രണ്ടുപേരുടെ ഉള്ളോ? ഇനി രണ്ടുപേരുടെ ഉള്ളൂ, അതാ പറഞ്ഞുണ്ട്. സെറ്റ്. പിന്നെ ഞാൻ പോകാണ്ട് നോക്കണേ. നിനക്ക് കാല് വെക്കത്തില്ലേ? ഇങ്ങനത്തെ കമ്പില്ല. ഞാൻ പോവണ്ടേ? ഇല്ല പൊക്കയാ കൂടുതലാ. പറ്റുന്നുണ്ട്. ഞാൻ വീണാണ്ടിരിക്കാൻ പറ്റുക. എപ്പറ ഇരിക്കാൻ എനിക്ക് വയ്യ. ഞങ്ങൾ
കണ്ണാപ്പി ഇങ്ങനെ ക്രോസ് വെക്കുന്ന ഒരു കമ്പി ഇല്ല, അതിപ്പോ ഇല്ല. അതില്ല ചേച്ചി. എന്നെ നോക്കണം, അതാണ് നിന്റെ ഉത്തരവാദിത്വം. ഇനി ഞാൻ വീണാ നീ ഉത്തരവാദിത്വം. ചാച്ചനും അമ്മയും എത്തി. സിദ്ധാർത്ഥയുടെ സുന്ദരിയാണല്ലോ. ആയി കയറിക്കോ ആയിക്കോട്ടെ. മുതലാളിന്ന് നിങ്ങളല്ലേ മുതലാളിന്ന് ഇന്നൊന്നും ഇങ്ങനെ പിടിച്ച് ബാക്ക് വേണം. ഇത് മുതലാളി ഇറങ്ങിയില്ലോന്ന്. അതിന്റെ മുതൽ പൊക്കോ ദാമൂന്റെ ഇപ്പൊ ഇല്ല ലോകി, ഇപ്പൊ കുറച്ചായിട്ട് ലോകി ആവണം അല്ലേ? ഇച്ചിരി മുന്നോട്ട് കയറി. ചാച്ച അതിനടുത്ത് മടി വെച്ചാ പിന്നെ പെട്ടു കേട്ടോ. പിന്നെ അതിനെ ഇറക്കി വിടാൻ പറ്റൂല. മക്കളൊക്കെ മനുഷ്യനെ നാട്ടുകൂടി. ഞാൻ +2 പഠിച്ച ഇവിടെ ഇല്ല, 2 വർഷം രാവിലെ വൈകുന്നേരം ഭയങ്കര കറവല്ലേ. സൈലന്റ് ആയി. സർവീസിങ്ങിന് അതിന്റെ ബാലൻസ് എത്ര ഉണ്ടെന്ന് അറിയാൻ അമ്മൂന് കപ്പിനെ കൊണ്ട് നോക്കിച്ചായിരുന്നു. എന്തേ ചേച്ചി ബസ്സങ്ങ് എടുത്താലോ? ഒരു ബസ്സങ്ങ് എടുത്താലോ? ഈ കുഞ്ഞാവ വഴക്ക് പറ ഉഷമേ. അത് തന്നെ സത്യം. കുഞ്ഞാവെ സുലോമെ വഷളാക്കി എല്ലാരും പറയുന്നുണ്ട്. എത്ര തവണ വിളിച്ചാലും ഫോൺ കൊടുക്കുന്നുള്ള. പുളിയില്ല, തീർന്നു. പുളി ഉണ്ടോ കുഞ്ഞാ? ആ പുളിമുട്ടായിക്ക് ഫാൻസ് കൂടി. കണ്ണാപ്പി വേണോ? ചെത്ത ലുക്കിലായല്ലോ. ഓ പോന്ന് നല്ല ടെക്കില്ല. സദ്യ കഴിക്കണം. സദ്യ ഈ 2 പപ്പടം ആര്യഭവനിലെ സ്പെഷ്യൽ സദ്യ. പുറകെ സുലോമയിൽ തട്ടുന്നുണ്ടല്ലോ അമ്മമാർ എല്ലാവരും. അണ്ട ഔഷധം ചാച്ച കഴിക്കുന്നില്ലേ? ഒരു ഗ്ലാസുകൾ തന്നായിരുന്നല്ലോ, അടിച്ച് പൊളിച്ചേനെ. ആളും ഇല്ല, ഡിസ്റ്റൻസ് ഇട്ടില്ല. അപ്പൊ രാജ കണ്ണാപ്പി ആരും കണ്ണു വെക്കരുത്. എന്റെ കണ്ണാപ്പി ആരും കണ്ണു വെക്കരുത് പറയുന്നത്. കാണിച്ചിട്ടില്ല. എന്തിനാ കൊച്ചിനെ നോക്കുന്നത്? കുഞ്ഞാ കൊച്ചു കഴിക്കുന്നുണ്ടോ? ആ മാമനെ എരിപ്പിക്കാൻ വേണ്ടി സദ്യക്കകത്ത് നടിച്ചോണ്ട് വന്നാ മുളക്. അങ്ങനെ ഞങ്ങൾ എത്തി ഗൈസ്. ഇപ്പോൾ ഞാനും കുഞ്ഞാൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. 9 പേരുടെ ടിക്കറ്റ് 720 രൂപ. 2 ജീപ്പിലായിട്ടേ പോകാൻ പറ്റൂ. ഇനി 4 മണിയുടെ സ്ലോട്ടേ കിട്ടും. ഇപ്പോൾ 2:30 ആയതേ ഉള്ളൂ. ഇതിൻ്റെ ബോർഡൊന്നുമില്ല കുഞ്ഞാ. ഒരുപാട് ആൾക്കാരുണ്ട്, എന്നിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെനിക്കിത് എന്താ സെറ്റപ്പ് എന്നൊന്നും അറിയണം. പുളിമുട്ടായി ഉണ്ട് ചേട്ടാ. എവിടെ? ഇതല്ല ഗൈസ്, എല്ലാവരും ഇവിടെ മരക്കൊമ്പിലിരിക്കുകയാണ്. കാരണം 4 മണിയുടെ സ്ലോട്ടാണ് നമുക്ക് കിട്ടിയത്. അമ്മ എന്തിനാ മാസ്ക് ഊരിയേ? ആ മാസ്ക് ഇല്ലാണ്ട് കാണുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമമാണ്. ആണോ? അതിനാണോ ഊരിയേ? മാസ്കെ പറ്റുമോ പൊടി? മാസ്കെ പൊടി പറ്റുന്നുണ്ട്. എൻ്റെ അമ്മ മാസ്ക് ഊരി വെച്ച് കണ്ടോ. ഇത്രയും നിഷ്കളങ്കയാ. അച്ഛൻ നേണ്ട അവിടെ ഒറ്റയ്ക്ക് പോയിരിക്കുന്നു. എല്ലാ പെണ്ണുങ്ങളുടെ ശല്യം കാണാൻ അവിടെ പോയിരിക്കുക.
തിന്നട്ടെ. മരുന്ന് കൊടുക്കും. പിന്നല്ല ഒരു വക വെയിൽ കൊള്ളിക്കൂല, ചുമപ്പിക്കൂല, ഈ ചിരിപ്പിക്കൂല. അപ്പയ്ക്കതാ ശൈലം മുടി. ആഹാ, അച്ചാച്ചിക്ക് കുറച്ച് പിള്ളേരെ കിട്ടിയല്ലോ അവിടെ. അച്ചാച്ചിക്ക് അവിടെ പിള്ളേരെ കിട്ടിയല്ലോ. നമുക്ക് വേണ്ടി ചുമയുടെ മരുന്ന് കുടിക്കണ്ടേ? കുടിക്കാട്ടോ. ഇഷ്ടമാണോ? ഇഷ്ടപ്പെട്ടോ? അപ്പേനെ ഇഷ്ടമാണോ? കടിച്ചു തിന്നോ? കടിക്കണ അപ്പൊ കൂടെ കണ്ണാപ്പി ശകലം വേണോ? കുറച്ച് കഴിഞ്ഞാൽ കിട്ടൂല. നല്ല മിഷൻ വർക്കാ. അച്ചാച്ചിക്ക് കൊടുക്കണം, ഇച്ചിരി കൊടുക്കാൻ. അവിടെ അച്ചാച്ചിക്ക് കൊടുക്കണ പതുക്കെ പോണം. അല്ല ഇപ്പൊ അത് മുതലാവും. തെറിച്ചാ പോന്നെ. അവൻ വളരുമല്ലേ. ഇന്ന് അച്ചാച്ചി അത് കടിച്ചു തീർത്താ ഇന്ന് അവിടെ കൊലപാതകം നടക്കുന്നു. യുദ്ധമായിരിക്കും അവിടെ. പതുക്കെ പതുക്കെ. നമ്മുടെ ഐസ്ക്രീം പോവല്ലേ. നീ വീണാ പൊടി തട്ടിയെടുക്ക. ഐസ്ക്രീം പോയതാ. കണ്ണിന്റെ ഇത് കളർ കൃഷ്ണമണിയാ മാറൂല. ഈ കളർ തന്നെ. അവിടെ ഭയങ്കര സ്ഥലമാ. ചാച്ചിന്ന് അവിടെ കിടന്നോ? റെഡ് കളർ ഐസ്ക്രീമാ. അത് എവിടെ നിന്ന് കിട്ടി റെഡ് കളർ ഐസ്ക്രീം? മുടി കാണട്ടെ അപ്പാ. അപ്പൊ നമ്മൾ ടോക്കൺ എടുത്തിട്ട് ഇതാ ഇതുപോലെ അവര് ടോക്കൺ വിളിച്ച് ജീപ്പിലാണ് കൊണ്ടുപോകുന്നത്. ടോക്കൺ കാണിച്ചു. നമ്മുടെ നമ്പർ 140 9 പേര് ഇതേപോലെ ജീപ്പിൽ കയറി അവർ നമ്മളെ കൊണ്ടുപോകും. 2 കിലോമീറ്റർ. ആൾക്കാരൊക്കെ കണ്ട ജീപ്പിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. നമ്മളെ പരിചയമുള്ളവരാ. വീഡിയോ കാണുന്നവരോ? ഇത് ട്രൈബൽസിൻ്റെയാ? കൊള്ളാലോ. തോടരികിൽ വീട്. റെസിഡൻഷ്യൽ സ്കൂളാ? എല്ലാവർക്കും കൈ കാണിക്കുന്നുണ്ടല്ലോ. അവൻ ചോദിക്കുക ദാമോദരൻ എന്ത് ചെയ്യുന്നു. അച്ഛൻ വേറെ വണ്ടിയില്ല. അവന് അന്വേഷിച്ചല്ലോ ആൾക്കാരെന്ത് ചെയ്യുന്നു. റെസിഡൻഷ്യൽ സ്കൂൾ നോക്കിയത് കുട്ടികൾ നിറയെ കുട്ടികൾ നിരത്തി ഇരുത്തി പഠിപ്പിക്കുന്നു. നമ്മൾ ജീപ്പ് കൊണ്ട് വെറുതെ സമയം കളയുക. ഹോസ്റ്റല് നിന്റെ തല വെച്ച് നീ ഒരു മല മൊത്തം മറച്ചല്ലോടാ. ഇവിടെ ഇവിടെ ഇവൻ തന്നെയോ? കൊള്ളാലോ. എന്താ ചെറിയച്ചനോടെ പോയി? കണ്ണാപ്പി വായോ. എക്സ്ക്യൂസ് മീ, ഇങ്ങോട്ട് വാങ്ങ്. അന്ന് നമ്മളങ്ങ് ഒപ്പിച്ചല്ലേ, എല്ലാരും പറ്റിച്ചല്ലേ. ആ അമ്മേ നാരായണ അങ്ങ് പാടിക്കോ. നാളായണ ആ നടക്കണം കിടു. നടക്കണേ എങ്കിലേ അപ്പൊ ഒരു സൂത്രം മേടിച്ചു തരൂ. ആ ഉണ്ടാ മിടുക്കം കുഞ്ഞായത്. ഇതെല്ലാം ഇവിടെ ഉണ്ട്. കണ്ട ഉള്ള സംഭവം കൊള്ളാം. ഇത്ര നേരം കാത്തിരുന്നെങ്കിൽ ശാന്തസുന്ദരമായ സ്ഥലമാണല്ലോ. ആരായി വിഷമിച്ചിരിക്കുന്നേ? കിടു എവിടെ? അച്ചാച്ചി എന്താ ഇവിടെ? വീടല്ലേ മോനെ? എന്തത്
ഇവിടെ നൃത്യങ്ങളാ. നല്ല തീരുമാനമാണ്. ഓണാ ആകാശം വേണ്ടേ? ഭൂമിയിലേക്കാണ്. ആകാശം മാത്രം വേണ്ട, എല്ലാം കൂടെ ചേർത്തെടുക്കുന്നു. കുറെ നീളം വേണമെന്നില്ല, രണ്ട് കാണിക്കുന്നത് ഡ്രോൺ ആക്കിയതാ. ഇടും ഇങ്ങോട്ടൊക്കെ മുകളിലേക്ക്. എന്താ അവിടെ നിലത്ത് നോക്കി നടക്കാൻ പറയാനോട്. അപ്പൊ മോളോട് ഇവരെ കൊണ്ടുവന്ന് ഔട്ടിങ്ങിനാണ്. ഓ ദോ വരുന്നു രാജകുമാരൻ. ഹലോ, അമ്മയുടെ സുലു അമ്മ തീറ്റ തരുമോ? എല്ലാം അടച്ചു വെച്ചേക്കുവാന്ന് തോന്നുന്നു. രാവിലെ വന്നവരെല്ലാം കഴിച്ചു തീർത്തിട്ട് പോയെന്നാ തോന്നുന്നു. ഇതോ വരുന്നു 2-3 പേര്. തീറ്റ വല്ലതും കൊണ്ട് എപ്പോൾ തീർന്നെന്ന് നോക്കിയാൽ മതി. ഇവിടെ ആൾക്കാർ വന്നിട്ട് മേളിൽ പാർക്കുണ്ടടാ, പാർക്കുണ്ടെന്ന് മേളില്. അല്ല ഉണ്ട്, അവിടെ എഴുതി വെച്ചേക്കുന്നത്. വരുന്നോട്ടോ ഇത് മേളില്. ആ ആ ആ ഇതുണ്ടാ പോകുന്ന കൊച്ചേതാടാ? ആ അതാണോ നിന്റെ മേഘാദാസ്? ഒന്ന് പോയെന്നോ? എന്തോ ആരാണത്? എന്റെ മേഘാദാസ്. ഇടൂ, നിന്നെ ഞാൻ കൊടുത്തു വിടും. ഇപ്പം പോന്നില്ലേ? കൂടെ പൊക്കോ, പൊക്കോടാ. എടാ കൊണ്ടുപോടാ, പോടാ, പോയി വളർന്നിട്ട് വാടാ. നിന്നെ വളർത്തുവാടാ. എന്നാ മോൻ പോകണ്ട, നമുക്ക് മാമനെ പറഞ്ഞുവിടാം. മാമനെ പറഞ്ഞുവിട്ടാലോ? നീ ഓടിക്കോ. ദേ എന്തൊക്കെയൊക്കെയോ കാണുന്നടാ അപ്പ അവിടെ. കരിക്ക് ഹായ്. ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കി. ഹായ്. ടീ കോഫി കണ്ടില്ലേ? ഹോട്ടൽ ഗതിക. അങ്ങോട്ടൊക്കെ ഏതാണ്ടൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ഹായ്. പഴയ ഏതോ ഒരു ലോകത്തെത്തി പോലെ. മനുഷ്യന്മാരവിടെ നിൽപ്പില്ലെങ്കിൽ അടിപൊളിയായിരുന്നു. എന്ത് രസമാണ് കാണാൻ. അതല്ലേ ഇത് ഹോട്ടൽ ഛർദിയോ? ഒന്നോന്ന് പറഞ്ഞ കേക്കട്ടെ. ഹോട്ടൽ ഛർദിയോ? എല്ലാരും വരൂ, വാ. കഴിക്കാൻ വല്ലതും ഉണ്ടോ? അതേ ഉള്ളൂ. ചോറ്, ചൂട് പഴംപൊരി, ചായ. അടിപൊളി. മേളിൽ കിടുവിന്റെ പാർക്കണ്ട. ഹായ്. നല്ല ഇത് കസേര നോക്ക്, ഈ കസേര നോക്ക് കുഞ്ഞാ. എനിക്ക് ഇതുപോലെ ഒരു കസേര പണിയാണേ. നമ്മൾ വീട് വെക്കുന്ന കാലത്ത് നമുക്ക് ഇതുപോലെ നീളമുള്ളൊരു കസേര പണിയാണേ. എന്നാ 1-2 പണിയാ. ഇതങ്ങ് എടുത്താലോ നമുക്ക് പോകുമ്പം? ഇതെടുത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ട് തരുമോ അപ്പയ്ക്ക് ഇവിടെ ഇരിക്കാൻ? ആ കസേര ഇങ്ങോട്ട് നീക്കിയിടാവോ? ആ ഈ ഇരിക്കുന്ന ഇച്ചിരി ഇങ്ങോട്ട് നീക്കിയിട്ടേ. ശകലം ഒന്ന് നീക്കിത്താ. ആ നീങ്ങും നീങ്ങും. നീങ്ങിയില്ല, ഇച്ചിരി കൂടെ നീങ്ങും. ആ ആ നീങ്ങി 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 നീങ്ങി. ഓ എന്തു മക്കളെ? കേട്ടില്ല എന്നക്കളെ? സാധാരണ നീങ്ങുന്ന കസേരയല്ലേ, നമ്മളെ പറ്റിച്ചല്ലേ? ഷോ ആ ഇതൊക്കെ നീങ്ങും, അത് നമ്മളെ പറ്റിച്ചല്ലേ? ഓ എന്തൊരു കാറ്റാ, കാറ്റ് നോക്ക്. അങ്ങനെ തരും? അപ്പൊക്ക് മേടിച്ചു തരും ബബിൾ ഖാൻ?
ആ പറഞ്ഞാ കേക്കാം കേട്ടോ. നീ അപ്പൊ കുർത്തക്കേട് കാണിക്കുന്നയോ? എടാ അച്ചാച്ചിയെ നോക്ക്, ചോളം ഉണ്ടോ അവിടെ? ഈ മണ്ണിന്റെ കസേരയിൽ എന്നാ നിങ്ങൾ കണ്ടിട്ടോ, ഞാൻ കുറച്ചൊരു ചായ കുടിച്ചു തുടങ്ങിയാലോ? എന്തൊരു സുഖമല്ലേ, വല്ലാത്തൊരു തരം ഒരുതരം രോമാഞ്ചിഫിക്കേഷൻ. ചാച്ചനൊക്കെ ഇനി എവിടെയാണോ? എന്തൊരു ബട്ടർ ഇല്ലല്ലോ. മലയിലേക്ക് ചിലപ്പോൾ ബട്ടർ ഒഴുകി പോയി, പക്ഷെ അവിടെ കിട്ടുന്ന ടേസ്റ്റ് ഇല്ല കേട്ടോ. തലശ്ശേരി കിട്ടുന്ന ടേസ്റ്റ് ഇല്ല. ചൂടുള്ള പഴംപൊരി ഞാൻ കഴിച്ചിട്ടുള്ള പഴംപൊരി ഇങ്ങനെയല്ല, പക്ഷെ ഇത് വേറൊരു ടേസ്റ്റാണ്. പിന്നെ നല്ല രുചിയുണ്ട്. ഈ വയനാട്ടിലുണ്ടോ വെള്ളത്തിലിറങ്ങാൻ പേടിയാ, കരയില ഇപ്പൊ മത്സ്യം. ഇപ്പൊ കരയില മത്സ്യകന്യ ചൂട് കാരണം ഇപ്പൊ ഉണക്ക മത്സ്യകന്യ കിടുങ്ങി വന്നേ. കിടു നോക്കിക്കേ. അയ്യോ മാമന് വയ്യെന്ന്. വലുതായിട്ട് പിടിച്ച് വെച്ചോണ്ട് പോകും. അവൻ ഇതിന്റെ ഇടയ്ക്ക് ഇരിക്കാണ്ട് സമാധാനമുണ്ടോ? ഇതിപ്പം താലി കെട്ടുന്ന സമയത്ത് ഇവനെ എനിക്ക് വയ്യേ, ഇപ്പൊ അവന് കുഴപ്പമില്ല കിടുവിനെ. എന്താ കിടു ഈ മാമന്റെ ഒരു കാര്യം, ഒരു ചിരി വരുന്നു. എടാ നിന്റെ പഴംപൊരി പോടാ, എടാ നിന്റെ പഴംപൊരി പോയി. അടങ്ങിയിരിക്കാൻ പറ, പറഞ്ഞാ മതി. വെറുതെ എന്റെ കുഞ്ഞിനെ കൊണ്ട് ഒരുപാട് ഈ രണ്ടെണ്ണത്തിനെ ഞാൻ എങ്ങനെ വളർത്തും? മാമനെ എങ്ങനെ വളർത്തും? കൂട്ടക്കൊട്ട ഇറക്കണ എങ്ങനെ വളർത്തും? ഓ ആ ആ ഒരു സ്ഥലം കാണാൻ പോവാ. മാമനെ ഇതൊക്കെ മാമൻ അറിയണ്ടല്ലേ, മാമനെ കൊണ്ടുപോകണ്ട. ഒരു സ്ഥലം കാണാൻ പോ അല്ലേ? അത് നല്ല ഐഡിയ. മാമൻ കേട്ടെ വല്ലതും കേട്ടോ? ഞാൻ ഇല്ലെന്ന് സ്ഥലം കാണാൻ പോകുന്ന കാര്യമല്ല, ഞാൻ കേട്ടില്ല. മാമന്റെ ഒരു കാര്യം. പപ്പി മാമനോ? പപ്പി മാമൻ പപ്പി മാമൻ അപ്പിക്കിടൂ, പപ്പി മാമ അപ്പിക്കിടൂ, പോയേ അപ്പിക്കിടൂ. ഒന്ന് പോയേ, ഒന്ന് പോയെന്നാരാ പഠിപ്പിച്ചു തന്നെ? നല്ല രസമുണ്ട് കേട്ടോ. അത് മാമൻ ആണോ? ഈ മാമൻ അപ്പയുടെ ഇടയ്ക്കിടയ്ക്ക് വരും. എന്തോ ചെയ്യണം? അപ്പൊ അങ്ങോട്ട് ഓടണം. മാമൻ വരുമ്പോഴാ ആലോചിക്കാം. അവ ഇടിക്കണോ മാമനെ? തിന്നു മോനെ ഒരെണ്ണം മൊത്തം. മക്കളെ കഴിച്ചോ? ചായ ചായ വേണോ? ചായ മോന്റെ ചായ തേ. ചായ ഇതോ എന്റെ കുഞ്ഞ് ചൂട് ചായ കുടിക്കും. നീ ഇവിടുന്ന് പോയ മാമൻ എൻ്റെ അടുത്ത് എന്തോ കിടൂ. ഞാൻ അപ്പുറത്ത് പോയി. അപ്പുറത്ത് പോയിരുന്നാലേ മാമൻ എൻ്റെ അടുത്ത് ഇരിക്കും. അപ്പൊ നീ എന്ത് ചെയ്യും? നീ പോയ അപ്പം ഇരിക്കൂടാ. ആ പോയിട്ട് ഓടി ഓടി വായോ. എത്തിക്കും അപ്പനെ.
താലികെട്ട് സമയത്ത് ഇവനെ വല്ല സ്പൈഡർമാനും വെച്ചു കൊടുത്ത് അവിടെ നിന്ന് ഓടിക്കേണ്ടി വരും. ഇല്ല ഇവന് ഒരു ചെറിയ താലി മേടിച്ചു കൊടുക്കേണ്ടി വരും. അതെന്തോ അടുത്തിരുന്ന് അപ്പ വിളിച്ചോണോ അല്ലേ? ഓക്കെ, ഒറ്റ വിളിയാണേ. അപ്പൊ രക്ഷിക്കണേനെ. അപ്പൊ വന്നാ മതി. മാമ വന്ന് അന്നേരം അപ്പൊ വിളിക്കാവേ. മുന്നേ അപ്പ വഴക്ക് പറഞ്ഞില്ല. എടാ ഞാൻ എന്തോ ചെയ്യാനാടാ? വാ, അതുവഴി കയറി ഒന്ന് മേടിച്ചു. പിടിച്ചു കയറ്റുവാൻ വേണം നീ തന്നെ. കഷ്ടപ്പാട് നോക്കും. തലയെടുക്കടിന്ന് പഴംപൊരി കൊണ്ടുപോയോ? കൊടുക്കല്ലേ. നിനക്ക് പഴംപൊരിയാണോ ഇഷ്ടം അപ്പയാണോ ഇഷ്ടം? കഴിഞ്ഞ ദിവസം നീ ചോദിച്ചില്ലേ ഹൈഡ്രജൻ ബലൂണാണോ നിന്നെയാണോ ഇഷ്ടമെന്ന്? അപ്പൊക്കെ വരുവോ? അതും വേണം. അപ്പൊ പൈസ ആദ്യം തരണം, എന്നിട്ട് അയ്യോടാ എന്നാ നീ പണിക്ക് പോണം. നീ പണിക്ക് പോയിട്ട് ചെയ്യണം, തൊഴിലുറപ്പിന് പോകണം. എന്നിട്ട് ആ പൈസ മേടിച്ചോണ്ട് വന്നപ്പോ ബലൂണ് മേടിച്ചു തരണം. അതിന് ചിരിക്കുന്ന എന്തിനാ? നിനക്ക് തൊഴിലുറപ്പിന് പോയാലും എന്തുവാ? ചുമ്മാ ഒന്നല്ല, നീ 3 വയസ്സായി, നിനക്ക് തൊഴിലുറപ്പിന് പോകാനുള്ള അവിടെ ഇരുന്നു. നിനക്ക് തൊഴിലുറപ്പിന് പോയാലെന്തോ? നിനക്ക് ഒരു കാര്യം ചെയ്യും, നീ അംഗൻവാടി പോവല്ലേ? അംഗൻവാടി പോകുന്ന പിള്ളേർക്ക്, നിന്റെ കൂടുതലുള്ളവർക്ക് നീ ട്യൂഷൻ എടുക്കണം. നീ അംഗൻവാടി 2 മാസം പോയില്ലേ? അംഗൻവാടിയിൽ 1 മാസം പോയ പിള്ളേർക്ക് നീ ട്യൂഷൻ എടുക്കണം. എന്നിട്ട് ആ പൈസ മേടിച്ചിട്ട് നീ ബലൂണ് മേടിച്ചേക്കണം. എന്ത് തണുപ്പ് തുടങ്ങിയിട്ടാ. ഇത് പക്ഷേ ഉണ്ടല്ലോ ഇട ദിവസങ്ങളിൽ വരണം, അന്ന് ആളുകൾ കുറവാണേ. അപ്പോൾ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. അവിടെയും കോഫി ഉണ്ടോ? ട്രൈബൽ മാർക്കറ്റ് ആവിഷ്കരണ കേന്ദ്രം. ആ അതെ 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 അത് തന്നെ. എല്ലാം പിന്നാലെ ഉണ്ട്. നെല്ലിക്ക, മാങ്ങ, ഇതാണ് ട്രൈബൽ മാർക്കറ്റ്. ആ സ്പൈഡർമാൻ ഉണ്ടാകത്ത്, പുറത്തുണ്ടൊരെണ്ണം. നല്ല സോപ്പ് പ്ലാസ്റ്റിക് ഒഴിവാക്കാനുള്ള നമ്മളൊരു ഉപയോഗം കഴിഞ്ഞാൽ വീണ്ടും ഒരു ഉപയോഗമല്ല, അതിനകത്ത് തന്നെ സോപ്പ് തിരിച്ചു വെച്ചാൽ മതി. ഒരെണ്ണം കൊണ്ടുപോമേ. എനിക്ക് വേണം. അതും എനിക്കറിയാലോ. അല്ലേ വേണോന്ന് ചോദിക്കാത്തേ, കൊണ്ടുവെക്കോ? ഞാൻ ബായി കൊണ്ടുവന്നു. അവിടെ വെക്കാൻ 2 സോപ്പ് എടുത്തേട്ടോ. അതങ്ങനെയാ ഇപ്പൊ കച്ചറടി തുടങ്ങും. അടുത്തെന്താ? അരിയുമോ? പുതിന മിച്ചറ എടുത്തോ, അമ്മ എടുക്ക്. 2 എന്നാ ഇത് എടുത്തോ. പുതിന മിച്ചറ ഇവിടെ ഉഷമ്മയോടൊപ്പം നമുക്ക് കുളിക്കാം എല്ലാവർക്കും. എന്തെന്നാ റാഗിയോ? അമ്മ പറഞ്ഞിട്ട് എടുത്ത് ബാഗിൽ ഇടണം കേട്ടോ. എനിക്ക് പിടിച്ച് മരത്തിലങ്ങാനും കിട്ടും. ഇതിന്റെ കറുപ്പിന്റെ മഞ്ഞ അത് പറഞ്ഞിട്ടെടുത്ത്. ഇത് മിഠായി ഇല്ലേ പണ്ടത്തെ കല്ല് മിഠായി, അതിന്റെ ഏതൊക്കെ എടുത്തേന്ന് പറ. 2 സോപ്പ് എടുത്തു. ബാക്കി അകത്തെ സോപ്പില്ലേ പാള വെച്ചിട്ടുള്ള, അത് 2 സോപ്പ്. ഇനി ഇതേലൊരെണ്ണം എടുക്കുക. കഴിഞ്ഞോ? ഇനി എന്താ വേണ്ടേ? എടുത്തോ. അമ്മ വേണ്ട എടുക്കമ്മേ. അതെത്ര? 60. അപ്പൊ എത്ര? 230. കിടുവേ വാഴക്കൊല പഴുത്തറ.
മഞ്ഞ പൂക്കളായിട്ട് അവിടെ കടയുണ്ട്, പക്ഷെ പാട്ട് കാരണം കോപ്പിറൈറ്റ് ആണ്, എനിക്കത് എടുക്കാൻ പറ്റൂല. പോയി കണ്ടിട്ട് വരാം. അവിടെ എന്താ ഇത് നമ്മുടെ സത്യപ്പുല്ലാണേ. പണ്ട് അടി കിട്ടാതിരിക്കാൻ നാക്കിൻ്റെ അടി വെച്ചോണ്ട് ക്ലാസ്സിൽ കയറുന്നേ. ആ, ഇതെന്റെ സത്യപ്പുല്ല് തന്നെയാ. എനിക്കിതാ സത്യപ്പുല്ല്. അവിടെ ആന ഒന്നും കൈ കൊണ്ട് തൊടലേക്കളെ, പൊട്ടിക്കഴിഞ്ഞാ അപ്പനെ ഇവിടെ പിടിച്ച് കെട്ടിയിടും. വെളിച്ചത്ത് പോയിരുന്നോണ്ട് എടുക്കട്ടെ. കിടു ചേച്ചിമാർക്ക് ടാറ്റ കൊടുത്തേ. ഇവിടെ ഇങ്ങോട്ട് വേണം. നല്ല രസമുണ്ട് സാധനം. ഇത് കുഞ്ഞാ ഇത് എടുത്തിട്ടുണ്ടല്ലോ, ഇവിടെ ഫ്ലവർ വൈസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ വെക്കണം ഇങ്ങനെ മൂന്നതായിട്ട്. അതെ, അവിടുന്ന് കൊണ്ടുപോക്ക് നടക്കുമല്ലെന്ന് തോന്നുന്നു. ആ, കഴിഞ്ഞല്ലോ, പ്രശ്നം തീർന്നല്ലോ. കൊക്ക അയ്യോ, ഒന്നും എത്ര എണ്ണം വേണമല്ലോ എടുത്തു. ഞാൻ ഓടിച്ചിട്ട് എടുത്തിട്ട് എന്നിട്ട് കൊച്ചു പാട്ട് വെച്ചു. ആ, ഇത് നോക്കിയേ, മാന് അല്ല പശു എന്തോന്നത് അല്ലേ. കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. പാട്ട് വെച്ചോ, പാട്ട്. സംഭവം കൊള്ളാം. ഓ, നമുക്ക് സേവ് ദ ഡേറ്റ് കൂടെ എടുത്തിട്ട് പോയാലോ കുഞ്ഞാ? എല്ലാവരും കുടിച്ച് തീർന്നോ? ഇതിനകം കാണാൻ പറ്റുമോ? ഇതുപോലൊരു വീട് പണിഞ്ഞിടായിരുന്നു, തറയിൽ കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പോൾ ഞാൻ നീണ്ട നിവർത്തി 2 ഫോട്ടോ എടുത്തിട്ട്, ഇതിൻ്റെ എൻ്റെ അല്ല ഇതിൻ്റെ മാത്രം നമുക്ക് എനിക്ക് മറ്റേ പണ്ട് കാലത്ത് ഏതോ ഒരു നാട്ടിലൂടെ ഒക്കെ സഞ്ചരിക്കുന്ന ഒരു ഫീല് വരുന്നു. ആ വീട്ടിൽ നമ്മൾ പോയോ? ഇല്ലല്ലോ. പണ്ട് കുഞ്ഞാവേൻ്റെ ഒക്കെ വീട് ഇങ്ങനത്തെ ആയിരുന്നു. വീടിന്റെ കാര്യം പറയുമ്പോ തറയുടെ കാര്യം പറയുന്നോ? സമ്മതിക്കൂല അമ്മ. എന്നാലും അയ്യോ എന്ത് രസാ. ഇതിനൊന്നും ഫാൻ വേണ്ട. ഈ വീഡിയോ തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. നോക്കാം. ഒറ്റ മുറിയുള്ളൂ അല്ലേ? പറയട്ടെ. തറ മാത്രം സിമെന്റ് ആക്കി എന്നുള്ള ഒരു വ്യത്യാസമുള്ളൂ ഇവിടെ. പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു ഇവിടെ. പണ്ട് ഇവിടെ ഇങ്ങനെയായിരുന്നു എല്ലാവരുടെയും. നമ്മുടെ വീടൊക്കെ എന്റെ വീടും ചെറുപ്പത്തിൽ ഇതുപോലുള്ളതായിരുന്നു. പുല്ലിട്ട് മേഞ്ഞ വീടായിരുന്നു. ഇത്ര പൊക്കേ ഉള്ളൂ വീടിന്റെ ചെറുപ്പത്തിലാ. എന്റെ ചെറുപ്പത്തില് ചാണകം മെഴുകിയ തറയും ഇങ്ങനെ പുല്ലും ഒക്കെ. പിന്നെ ഇല്ലിയുടെ വാതില്, ഇല്ലയോ ഈറയാ മുളയുടെ വാതില്, ഇങ്ങനെ കിടക്കുന്ന കട്ടല് മുള. എന്ത് തണുപ്പല്ലേ തറ. അല്ലാണ്ട് നമ്മുടെ ഇപ്പത്തെ പണിയുന്ന കട്ടലൊന്നും. ഇത് നോക്കി എന്ത് ഇത് മണ്ണല്ലേ. ഇങ്ങനത്തെ തിണ്ണയാണ് എൻ്റെ വീട്. ഞാൻ പറയുന്ന 4 കെട്ട് വീട് ഇങ്ങനെ വേണം. 4 കെട്ടും ആയിരിക്കണം, പുല്ലല്ല. 4 കെട്ടിൽ ഓടിട്ടിട്ട് ഇതുപോലെ ചുറ്റിനും തിണ്ണയും വേണം, ഉള്ളിലും 4 കെട്ട് പോലെ തിണ്ണ വേണം. ആ കൊള്ളാലോ. ആരാത്? ഞാൻ ഏതോ കുറേ കാലഘട്ടം മുന്നേ ഉള്ളൊരു കാലത്ത് ജീവിക്കുന്ന പോലൊരു തോന്നൽ. ഏതോ ഒരു വീടിൻ്റെ മുറ്റത്ത് നിറയെ പൂക്കൾ നിൽക്കുന്നത് ഞാൻ അവിടെ നിന്ന് കണ്ടായിരുന്നു. ഹായ്, സന്തോഷമായി. എവിടെയാണ് ഇതിൻ്റെ തുടക്കം? ഇതിൽ ഇവർക്ക് താമസവും കൂടെ കൊടുത്തൂടെ? സ്റ്റേ. എൻ്റെ ക്യാമറ വൈറ്റാല് പണ്ടത്തെ തൊപ്പിക്കൂട. ഇത് മീൻ കൂടാ. അത് മറ്റേ വേറെ ഇത് നമ്മുടെ ബാഗ് പോലെ. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടേ. ഹായ്, തൊട്ടി. ഈ തൊട്ടി ഒന്നും ഉണ്ടാക്കിക്കായിരുന്നല്ലോ. ഇപ്പൊ ഇതൊന്നും കാണാനില്ല. പണ്ട് കാലത്ത് എല്ലാ സാധനവും ഉണ്ട്. അപ്പോഴത്തേക്ക് സൂര്യൻ പോയോ? പിണങ്ങിയോ? കിട്ടുന്ന സൂര്യൻ പിണങ്ങി പോന്നു. ഇതിപ്പം മകരവിളക്ക് പോലെ ഉണ്ടല്ലോ.
ഇവിടെ ചേച്ചി പറഞ്ഞായിരുന്നു ചേച്ചി ഒരു പള്ളിയെ മകരവിളക്കിന് അവിടെ തിരി തെളിഞ്ഞെങ്കിൽ മാത്രമേ പള്ളിയിൽ ഇവിടെ താലവുമായിട്ട് ആൾക്കാർ ഇറങ്ങുള്ളൂ പരിപാടി. ആ മുള്ളംകൊല്ലി പള്ളി അല്ല, ക്രിസ്ത്യൻ പള്ളി. ശബരിമലയിൽ തിരി തെളിയുമ്പോ കഴിഞ്ഞല്ല. ഉഷമ്മ വരുന്നില്ലേ? ഓ ഫോട്ടോയാ. ഹായ് പൂക്കിൾസ്. അപ്പം നന്ദി. ഇത് ചെറിയ തയ്യാ, നോക്കി ഇതിന്റെ ഒക്കെ നീളം നോക്കിയേ. ഇതിന് വേറെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? നമ്മുടെ ഇവിടെ കയറി വന്ന ഒന്നിലും സെക്യൂരിറ്റി ഇല്ല. പക്ഷെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതിനു വേണ്ടി നേരത്തെ ക്യാമറ വെച്ചിട്ടുണ്ട്. ക്യാമറ വെച്ചോ എന്തോ ആയിക്കോട്ടെ. വിരലിന് പകരം പച്ചയിലെ കൃഷിസ്ഥലത്ത് നിന്ന് അമ്മയെ നോക്കുന്ന പച്ചില ഏമ്പി കണ്ണ് കാണണ്ടേ. ഇതിലെല്ലാം ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കാണാൻ താല്പര്യമുള്ളവർ കാണട്ടെ. ഒന്നും പറയണ്ട, അവ ഏത് വഴിയല്ലോ അവ അപ്പുറത്ത്. പിന്നല്ല അവനതൊക്കെ ഏത് പൊത്തു വഴി അവൻ കയറും. അതെ അതെ, പട്ടണം നുഴഞ്ഞേറ്റോ. ഞങ്ങൾ പോവാട്ടോ, ടാറ്റാ. നിങ്ങളിവിടെ നിന്നോ, നിങ്ങളെ വീട്ടിൽ. അയ്യോ എന്തൊരു വിഷമം. എടാ പതുക്കെ വാടാ. നല്ല കോട. ഓ എൻ്റെ കുഞ്ഞു മടുത്ത്. അപ്പം രക്ഷിക്കാൻ വന്നാണോ മാമൻ്റെ അടുത്തുനിന്ന്? തണുപ്പ് ചുമ എന്തോ. ഞാനിങ്ങനെ ഓടിക്കാടി അപ്പുറത്തോട് ഓടിക്കാടി ആ ഇങ്ങോട്ട് വന്നു. കുഞ്ഞു മിടുക്കനല്ലേ, പതുക്കെ വലിച്ചോണ്ട് കൂടാ. ഓ അമ്മ വിളിച്ചോടാ. ഞാനിന്ന് ഒറ്റയ്ക്ക് വന്നു. നീ മിടുക്കനല്ലേ. ഞാൻ ഒറ്റയ്ക്ക് ഓടി ഓടി അപ്പത്തി അപ്പയ്ക്ക് അപ്പൻ്റെ രക്ഷിക്കാൻ വന്നു. ഇത് ആണോ? ഇതും വഴിയാ, നമുക്ക് മാമനെ തോപ്പിക്കാം. ഇത് വഴി തന്നെ പോവാം. ഞാൻ അയ്യോ എന്നെ രണ്ടും കൂടെ വിളിക്കല്ലേ. രണ്ടും കൂടെ ഒന്നി നീ വിടറ അല്ലേ നീ വിടറ. ഇതിലേതെങ്കിലും ഒന്നെന്നെ വിട്ട്. എൻ്റെ കുഞ്ഞ് വിടറ, എൻ്റെ കൊച്ചു പാവടാ. അപ്പം വിട്ടവനെ അപ്പൻ്റെ പൊന്നു മതി. അപ്പം കപ്പട കുഞ്ഞിനെ മതി. ആ കുഞ്ഞാവ എനിക്ക് വേണ്ടേ. ആ ഈ കയ്യല്ലേ പിടിക്കണ്ടേ അല്ലേ. അപ്പോൾ അവസാനം വരെ എൻ്റെ കയ്യെ പിടിച്ചോണം. കുറച്ചാലം കഴിഞ്ഞിട്ട് എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിയാക്കും ഞാൻ. പറ ഇന്നലെ നീല വാച്ച് മേടിച്ചു തരുമോ? ഇന്നലെ കേട്ടോ, ഇന്നലെ പോയിട്ട് കുഞ്ഞെനിക്ക് നീല വാച്ച് മേടിച്ചു തരും ഇന്നലെ. അപ്പം ഇനി ഞാൻ എന്തോ മേടിച്ചായിരുന്നേ? ആരോടും പറയില്ല. ആണോ? ആരോടും പറയത്തില്ലേ? പാർക്കിലും കൊണ്ടുപോകും. പിന്നെ ആണോ? ആരോടും പറയല്ലേ. എന്നാ ഇന്നലെ മിനിഞ്ഞാന്നോ? ഇന്നലെ രാവിലെയാണോ? പൈസ ആര് തരും? ആണോ? ഒരുമ്മ വന്നേ, കെട്ടിപ്പിടിച്ചൊരുമ്മ വന്നേ. അപ്പച്ചറിയാലോ സത്യമാണ്. ഇനി ഒരു കെട്ടിപ്പിച്ചു ഉമ്മണ്ണെ. അപ്പത്തെ കുഞ്ഞാണോ ഇത്? ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ടോ? അയ്യോടാ സങ്കടത്തിലിരിക്കും അല്ലേ. അവിടെ ഇരിക്കട്ടെ. അപ്പക്ക് വേറെ എന്തൊക്കെയാ മേടിച്ചു തരുന്നേ? ബലൂണും മേടിച്ചു. ആണോ? പിന്നെ എന്നാ മേടിച്ചു തരുന്നേ? ഇന്നലെ മേടിച്ചു തരും. ഹായ്, ഇന്നലെ മേടിക്കാൻ കൊതിയാവുന്ന അപ്പക്ക്.